നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ നിഫ്റ്റിയുടെ ട്രെൻഡ് എങ്ങനെയാണ്, ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയിൽ ഒരു ലോങ് ടൈം വ്യൂ നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിൽ തന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നിഫ്റ്റിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിക്ക് നിലനിർത്തേണ്ട സപ്പോർട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് 24,800 800ന്റെ താഴത്തേക്ക് നിഫ്റ്റി ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് വീക്ക്നെസ് ആണ്. ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ ഒരു താഴെയാണ് നിഫ്റ്റിയുടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിക്കായാലും ഇനി മുകളിലേക്കൊരു മൊമെന്റം കിട്ടണമെങ്കിൽ 24,850 മുകളിൽ സസ്റ്റെയിൻ ചെയ്താലാണ് വീണ്ടും ഈ ഒരു ലെവൽ വീണ്ടും റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. 25,000 അടുത്തെത്തുമ്പോഴേക്കും റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. പക്ഷെ ആ ഒരു ഏരിയകൾ പൊസിഷനിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഏരിയ ആയാലും ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും നിഫ്റ്റിക്കായാലും ഈ ഒരു ലെവലിലൊക്കെ സപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ 24,800 താഴത്തേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റി 24,200 അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യും. 24,200 അടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് കാണുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ്, പിന്നെ അതുപോലെ തന്നെ നിഫ്റ്റിക്കായാലും 24,200 ഈ ഒരു ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയയുടെ താഴത്തേക്ക് ഇനി ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസ് ആണ്, വലിയൊരു ഫാള് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായാലും ഈ ഒരു ലെവലിലൊക്കെ ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട് ഇൻട്രാഡേയിൽ. അതുപോലെ തന്നെ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെങ്കിൽ ഇൻട്രാഡേയിലായാലും ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെങ്കിൽ പറയുന്ന റെസിസ്റ്റൻസ് ഏരിയ, ഏതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് നമ്മൾ ഇൻട്രാഡേ ലെവലിൽ അപ്ഡേറ്റ് ചെയ്യും. ആ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലേക്ക് നിഫ്റ്റി ഇൻട്രാഡേയിലായാലും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഉള്ളൊരു ബൗൺസ് മാർക്കറ്റിൽ കിട്ടും. ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും റൈറ്റ് ആയിട്ടൊരു സപ്പോർട്ട് എന്നുള്ളൊരു ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. നമ്മൾ ഈ ഒരു സപ്പോർട്ട് നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിലനിൽക്കുമ്പോൾ പോലും നമ്മൾ 24,200 ആ ലെവലിൽ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവലാണ് സൂചിപ്പിച്ചിരുന്നു. ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറിയാൽ ബൈക്ക് ഒരു സാധ്യത എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ലെവലിലൊക്കെ സപ്പോർട്ട് മാനേജ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിരുന്നത്. കാരണം അതിൻ്റെ താഴത്തേക്ക് പോയാലും വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് ഇത് ഇൻട്രാഡേ ലെവലിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്. ഇവിടെ നിഫ്റ്റിയിലും ക്ലോസിങ് കുറച്ച് വ്യത്യാസമുണ്ട്. 24,720 അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് 24,699 റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്. തൊട്ട് താഴെ സപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സപ്പോർട്ടിൻ്റെ ഒരു താഴെ നിലനിൽക്കാതെ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതായത് 24,680 സപ്പോർട്ട് കാണുന്നത്. അതേപോലെ തന്നെ 24,655 സപ്പോർട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിഫ്റ്റി ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 24,655 സപ്പോർട്ടിലാണ്. 680 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 655 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഈ ഒരു ഏരിയയിൽ നമ്മൾ 680 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തത്, 680 താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത്, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 655 താഴെ സസ്റ്റെയിൻ ചെയ്താൽ 680 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷമായാലും നിഫ്റ്റിയുടെ ലോവർ ലെവൽ സപ്പോർട്ട്, ഹയർ ലെവൽ സപ്പോർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത് 24,805, 768. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ റേഞ്ചിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ ചെറിയ
ക്വാണ്ടിറ്റിയിൽ ക്വിക്കായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. 24,805 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 854 അടുത്ത റെസിസ്റ്റൻസ്. അതിനുശേഷം 24,885 റെസിസ്റ്റൻസ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിലോ വലിയ ടൈം ഫ്രെയിമിലോ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ഏരിയ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, 680, 685 ഈ ഏരിയയിൽ പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ഏരിയ എത്തുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയ എത്തുമ്പോൾ ഉള്ള ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. റൈറ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 655 താഴെ 24,655 താഴെ 24,595 ആണ്. ഈ ഒരു ഏരിയ നോക്കുക, 600 താഴെയൊക്കെ നല്ല സ്ട്രോങ് സപ്പോർട്ടാണ്. 24,555 ഇതൊക്കെ സ്ട്രോങ് സപ്പോർട്ടാണ്. കാരണം ഈ ഒരു ലെവൽ മാനേജ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴത്തേക്ക് വന്നാലും തിരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഷോർട്ട്സിൻ്റെ പൊസിഷൻ ഒരു കാരണവശാലും ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യരുത്. കാരണം ഇൻട്രാഡേയിൽ ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യമായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ട് ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ഈ ഒരു ലെവൽ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഇൻട്രാഡേയിൽ ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. അപ്പം അതനുസരിച്ച് മാനേജ് ചെയ്യുക. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഡെയിലി ഗ്രാഫാണ്. ഡെയിലി ഗ്രാഫിലായാലും ലോങ് ടൈമിൽ നിലനിർത്തേണ്ട സ്ട്രോങ് സപ്പോർട്ട് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയയിലാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരിക. ഈ ഒരു ഏരിയ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ടാണ്. അപ്പം അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് ഈ ഒരു ഏരിയയിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസും ഈ ഒരു ഏരിയയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലാണ് നിലനിൽക്കുന്നത്. ഈ റേഞ്ച് വിട്ട് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ബൈ ഓപ്പർച്യൂണിറ്റി ആയാലും ഈ ഒരു റേഞ്ചിൽ രണ്ട് സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റത്തിനാണ് സാധ്യത. പക്ഷേ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ വീണ്ടും ബൈ മൊമെൻറ്റത്തിന് ഒരു സാധ്യത കൂടുതലുണ്ട്. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷനും അതേപോലെ തന്നെയാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് 51,575 ഹയർ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 755 ആണ് അടുത്ത റെസിസ്റ്റൻസ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ തൊട്ട് താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകുക. 51,440 കൂടി ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. അതിനുശേഷം 51,170 സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യും. അതിനുശേഷമായാലും ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ ഒരു താഴെയാണ്. കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് 51,440, 575 ആണ്. ബൈ ഓപ്പർച്യൂണിറ്റി 575 മുകളിൽ നിലനിന്നാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ നിന്നുള്ളൊരു ബൈ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ നിന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഓൾമോസ്റ്റ് ഒരു ബാങ്ക് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്. ഈ ഒരു ലെവലാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ കാണുന്നത്. ഈ ഒരു ഏരിയയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയും കാണുന്നുണ്ട്. സപ്പോർട്ട് ഉണ്ടെങ്കിലും ഈ ഏരിയയിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഈ ഒരു ഏരിയ കുറച്ചൊരു കൺജസ്റ്റഡ് മൊമെൻറ്റത്തിനാണ്. രണ്ട് സൈഡിലേക്ക് മൊമെൻറ്റത്തിനൊരു സാധ്യതയുണ്ട്. അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ 21,410, 475 റെസിസ്റ്റൻസ് ആണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഏരിയ താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് തുടക്കത്തിൽ സാധ്യത. 23,280 ആണ് അടുത്തൊരു സപ്പോർട്ട്. 250 ഹോൾഡ് ചെയ്ത് 250 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് ബൈ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ലെവലിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 250 താഴെ മാത്രം. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് 475 ബ്രേക്ക് ചെയ്യാനായിട്ട് 475 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,585 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 720 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ആയാലും ഇത്ര ലെവലിൽ ഫോളോ ചെയ്ത് എക്സാക്ട് ട്രെൻഡിൽ നിലനിൽക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. താങ്ക് യു.